വേണോ? അല്ലാതെ തന്നെ സ്വർഗത്തിന്റെ ഓഫർ എത്ര കിട്ടിയിട്ടുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മദീന പള്ളിയിൽ വെച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തൊക്കെ ഉള്ള സദസ്സിൽ വെച്ച് ചോദിച്ചില്ലേ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ നോമ്പ് നോറ്റിരിക്കുന്നത്? എല്ലാവരും നോക്കാണ് പല ഭാഗത്തേക്കും, ആരാ എഴുന്നേൽക്കുന്നത്? ആരും എഴുന്നേറ്റില്ല. എഴുന്നേറ്റത് ഒരാൾ മാത്രം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പുറത്തിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ചോദ്യം ഇന്നലെയാണെങ്കിൽ എനിക്കും എഴുന്നേൽക്കായിരുന്നു, ഇന്ന് എനിക്ക് നോമ്പില്ല. ഇന്നലെയാണെങ്കിൽ സുന്നത്ത് നോമ്പാണ് ചോദിക്കുന്നത്, നിർബന്ധമല്ല. നിർബന്ധമാണെങ്കിൽ എല്ലാരും ഒരുമിച്ച് എഴുന്നേൽക്കൂലേ? ഒരു മുഅക്കദായ സുന്നത്ത് നോമ്പാണെങ്കിൽ ആരെങ്കിലും ഒഴിവാക്കോ? ആർക്കും നോമ്പില്ലാത്തൊരു ദിവസവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോമ്പുണ്ട്. അപ്പുറത്തും ഉമർ റളിയല്ലാഹു അൻഹു പതുക്കെ പറഞ്ഞു, ഈ ചോദ്യം ഇന്നലെ ആയില്ലല്ലോ, ഇന്നലെയാണെങ്കിൽ ഞാനും എഴുന്നേൽക്കായിരുന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോ ഒന്നുകൂടി രസാവഹമായ ചോദ്യമാണ്, മൻ ആദ മിൻകുമുൽ യൗമ മരീളാ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളി വിട്ട് ഇറങ്ങിയിട്ടില്ല, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചതാരുണ്ട്? ചില സ്വഹാബിമാരൊക്കെ പരസ്പരം പറഞ്ഞു, സാധാരണ നമ്മൾ പള്ളി വിട്ടിറങ്ങുമ്പോഴല്ലേ ഇന്നാള് രോഗിയാണ്, നമ്മളൊന്ന് പോയി കാണാന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടാകല്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇവിടെ തന്നെയാണല്ലേ ചോദ്യം. എഴുന്നേറ്റ് നിന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇന്ന് ഞാൻ രോഗിയെ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നിങ്ങൾ ആരെ സന്ദർശിച്ചത്? സുബ്ഹി നിസ്കാരത്തിന് ഞാൻ വീട് വിട്ടിറങ്ങുമ്പോ വാതിലിനോട് ഓരം ചേർന്ന് നിന്നിട്ട് എന്റെ ഭാര്യ പറഞ്ഞു, ഉമ്മു റൂമാൻ ബീവി എന്നോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സുഖമില്ലെന്ന വിവരം ഇന്നലെ രാത്രി എന്നോട് ഒരാള് പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണ് പറഞ്ഞിട്ടുണ്ട്. പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഞാനൊന്ന് കേറി. സുഖവിവരങ്ങൾ അന്ന് അന്വേഷിച്ചു രോഗിയെ സന്ദർശിച്ചിട്ടാണ് സുബഹിന്റെ ജമാഅത്തിന് വന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ചോദ്യമാണ് സഹോദരങ്ങളെ, ചോദ്യത്തിന് എന്തൊരു ഉത്തരമാണ്. ആരും രോഗിയെ സന്ദർശിക്കാത്ത സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗിയെ സന്ദർശിച്ചത് എന്തൊരു സന്തോഷമാണ്. രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം കേൾക്കുമ്പോ ഒന്നുകൂടി സ്വഹാബത്ത് ചിന്തിച്ചു പോയി, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ, ഇന്നൊരു മിസ്കീന് ഭക്ഷണം കൊടുത്തതാരുണ്ട്? സ്വഹാബത്ത് ചോദിച്ചു, നബിയെ പള്ളിയിൽ നിന്ന് ഇറങ്ങണ്ടേ, ഏതെങ്കിലും ഒരു മിസ്കീനെ കാണുമ്പോ ഭക്ഷണം കൊടുക്കാൻ? സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, ചോദിച്ചു, നിങ്ങൾ ആർക്കാ ഭക്ഷണം കൊടുത്തത്? ഞാനും എന്റെ മകനും വീട്ടിൽ നിന്ന് വരുന്നത് ഒരുമിച്ചാണ്. എന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം ഉണ്ടായിരുന്നു. മദീന പള്ളിയോട് ചേർന്ന് എത്തിയപ്പോ ഒരു പരിചയമില്ലാത്തൊരു മിസ്കീനെ കണ്ടപ്പോ ആ റൊട്ടി കഷ്ണം വാങ്ങിയിട്ട് ഞാൻ ആ മിസ്കീൻ അങ്ങ് കൊടുത്തുപോയി. ഇന്നത്തെ ദിവസത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ സ്വതക്കയാണ്. ഈ അമലുകളൊക്കെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വഹൻ വഹാ ലിരിഹിൽ ജന്ന, സ്വർഗത്തിന്റെ മന്ദമാരുതൻ അടിച്ചു വീശുന്നു, സ്വർഗത്തിന്റെ വാസന ഞാൻ ആസ്വദിക്കുന്നു. എന്തായി കേൾക്കുന്നത്? നേരം വെളുക്കുന്നതിന്റെ മുമ്പ് തന്നെ സ്വർഗീയമായ അമലുകൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമൽ നോക്ക് നിങ്ങൾ, എല്ലാ അമലും സ്വർഗത്തിന്റെ മേൽവിലാസല്ലാതെ അപ്പുറത്ത് എന്ത് പറയാണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത്രത്തോളം ദാനം ചെയ്യും, ധർമ്മം ചെയ്യുന്നത്. ദാനവും ധർമ്മവും ഒന്നും മുടക്കണ്ട, നല്ല രീതിയിൽ അത് ചെയ്യണം. സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ അല്ലാഹു തആല വികസിപ്പിക്കുന്ന, വളർത്തുന്ന ഒന്നാണ് അന്നഫഖതു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവ്. അത് അനുദിനങ്ങനെ വളരും. ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരങ്ങളെ, ദാനവും ധർമ്മവും ചുരുക്കരുത്. പരമാവധി അള്ളാഹു തരുന്ന പുരോഗതിക്കനുസരിച്ച് കൂട്ടണം. അള്ളാഹു തആല അതിങ്ങനെ വികസിപ്പിക്കും. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുല മിഅതു ഹബ്ബ വല്ലാഹു യുളായിഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെലവഴിക്കുന്നവരുടെ ഉപമ, അവർ ഒരു വിത്ത്, ഒരൊറ്റ വിത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതുപോലെയാണ്. ആ വിത്തിൽ നിന്ന്
7 കതിരുകളുണ്ടായി. 7 കതിരിലും 7 കോമ്പലകളിലും അല്ലാഹു തആല 100 ധാന്യങ്ങളെ നൽകി എന്ന് പറഞ്ഞാൽ ഒന്നിനെ വികസിപ്പിച്ചുകൊണ്ട് ഒന്നിൽ നിന്ന് 7 എണ്ണം ഉണ്ടായി. 7 എണ്ണത്തിൽ നിന്ന് 700 വികസിപ്പിച്ചു. പിന്നെയും 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 അതിങ്ങനെ പർവ്വതീകരിപ്പിക്കുകയാണ്. വല്ലാഹു യുളാഇഫു ലിമൻ യശാ. ഇഖ്ലാസിലും അമലിലും അധ്വാനത്തിലും കുറച്ചുകൂടി കട്ടിയും കനവുള്ള ആളുകൾക്ക് ഇത്രയൊന്നും അല്ല അള്ളാഹു കൊടുക്കുന്നത്. ഒന്നിനെ 700 ആക്കിയിട്ടല്ല, അത് എത്രയെന്ന് കറക്റ്റ് ആക്കാൻ നമുക്ക് കഴിയില്ല. വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന വർധനവ്, അള്ളാഹു തആല കൊടുക്കുന്ന ഇരട്ടി, അത് അള്ളാഹു തആലക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്കറിയില്ല എത്രയാണ് അള്ളാഹു കൊടുക്കുന്നത്. ഒരു സാധാ ലെവൽ പറഞ്ഞതാണ്. ഒരു സാധാ ലെവലിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ധാന്യം, ഒരു ദിർഹം, ഒരു രൂപ, ഒരു പൈസ, അത് ഒന്ന് വികസിപ്പിച്ച് 700 വരെ അല്ലാഹു തആല വികസിപ്പിക്കും. പിന്നെ അങ്ങോട്ട് വീണ്ടും ഉണ്ട്, ചുരുക്കിയിട്ടില്ല. അതുകൊണ്ട് അന്നഫഖത്തു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവ് അത് മുടക്കരുത്. അത് കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കണം. ഉമ്മമാരെ, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, മുഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാം അന്നഫഖത്തു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ദാനമാണ്, ചെലവാണ്. നിർത്തേണ്ടതില്ല, മുടക്കേണ്ടതില്ല, കുറയ്ക്കേണ്ടതില്ല. കഴിവിന്റെ പരമാവധി വികസിപ്പിക്കണം, വർദ്ധിപ്പിക്കണം. ആസ്വദിക്കാൻ പറ്റുന്നൊരു ലോകം പിറകിൽ വരാനുണ്ട്. സ്വർഗലോകത്തേക്കുള്ള അമലുകൾ ധാരാളമുണ്ട്. പക്ഷേ നമ്മൾ മടിമാറ്റിയിട്ട് സജീവമാകണം. വർഷങ്ങളോളം കൊണ്ട് നടക്കേണ്ട സ്വർഗത്തിൽ കടന്നിട്ടേ നഷ്ടപ്പെടുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും അമല് ബാത്തിലാകൂലാന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അമലാണ്. വളരെ ചെറിയ അമലാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മനസ്സൊന്ന് അങ്ങോട്ട് തുനിയണമെന്ന് മാത്രം. വുളു എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു പ്രാർത്ഥന, ഖിബിലയിലേക്കൊന്ന് കണ്ണും കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് ഒരു 3 നേരമുള്ള 3 വട്ടമുള്ള പ്രാർത്ഥന. എന്താണ് അതിന്റെ ഭംഗി? ആ പ്രാർത്ഥന ചൊല്ലുന്ന ആളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ പറഞ്ഞത്? ആ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു മനുഷ്യന്റെ ഈ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമാകൂല. ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അതിന്റെ സവാബ് പൊളിഞ്ഞു പോകൂല. സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള, അതിന് കാരണമാകുന്നൊരു അമലാണ് വുളൂഇന്റെ ശേഷം, കുളിക്ക് ശേഷമൊക്കെ സുന്നത്തുള്ള ദുആ. എല്ലാവർക്കും അത് ദ്വാരക്കാൻ വേണ്ടിയല്ലേ നമ്മുടെ കമ്മിറ്റിക്കാര് ഹൗളും കരയിൽ ഇങ്ങനെ ബോർഡാക്കി തൂക്കിയിരിക്കുന്നത്. 1 മണിക്കൂർ നേരം ഒന്ന് നിന്ന് നോക്കൂ, സ്വർഗം വേണ്ടത് ആർക്കാണ് എന്നറിയും. 100 ആളൊന്നും ഉണ്ടാക്കിയാൽ എത്ര ആൾ ചൊല്ലും? പറഞ്ഞാട്ടെ, സ്വർഗം നേരക്കൊക്കെ കേൾക്കാൻ എളുപ്പമല്ലേ? എത്ര ആൾ അധ്വാനിക്കും? ചെറിയൊരു അധ്വാനം 100 ആൾ ഉണ്ടാക്കിയാൽ എത്ര എണ്ണം ചൊല്ലുന്നത്? ഒന്ന് പറയാൻ പറ്റുമോ? പഴയ കാലത്തെ ആൾക്കാരെ പോലെ 25 കൊല്ലമായി ഒന്നും മുറിയാതെ ഞാൻ ചൊല്ലുന്നത്. പഴയ കാലത്തെ വല്യപ്പമാര് പറഞ്ഞിരുന്നു, പേരൊന്നും ശരിക്കും എഴുതാൻ അറിയാത്ത ആൾക്കാര് വല്യമ്മമാര് പറഞ്ഞിരുന്നു, 20 കൊല്ലമായി ഞാൻ തുടർച്ച ചൊല്ലുന്നു, 25 കൊല്ലമായി തുടരെയായി ഞാൻ ചൊല്ലുന്നു. അങ്ങനെ പറയാൻ കഴിയുന്ന ആൾക്കാർ ആരുണ്ട്? ഒരു 5 വക്ത് മുറിയാതെ പറയാൻ കഴിയുന്ന ആൾക്കാരെങ്കിലും വേണ്ടേ? ആർക്കും അറിയാഞ്ഞിട്ടാ സ്വർഗത്തിന്റെ അമല്. ഒന്ന് പരിശ്രമിക്കണം, ഒന്ന് അധ്വാനം വേണം കുറച്ചെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന്. എത്ര എളുപ്പമുള്ള അമലാണ് ആ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുള്ള ഒരു ദുആ, ഖാലിസായ ദുആ, ഉത്തരം കിട്ടുന്ന ദുആ. തൗഹീദ് പ്രഖ്യാപിച്ചിട്ടില്ലേ സഹോദരങ്ങളെ ദ്വാരക്കുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അത് പ്രഖ്യാപിച്ചിട്ടല്ലേ ദ്വാരക്കുന്നത്? അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. സ്വർഗത്തിലെത്തുന്നത് വരെ ആ ചെയ്ത അമല് പൊളിയൂല എന്ന് പറഞ്ഞാൽ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് വിശദീകരിച്ചു. ലം യസ്വിൽ ഇലൈഹി ഇബ്താലുൻ, ബാത്തിലാക്കുന്ന ഒന്നും ആ അമലിന്റെ നേർക്ക് ചേരൂല. അത്രയും ഫലപ്രാപ്തിയുള്ള ഒരു അമലാണ് വുളൂഇന്റെ ശേഷമുള്ള മഹത്തായ ദുആ. ആ ദുആഇന് വലിയ സ്ഥാനമുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന സന്തോഷ വാർത്ത അതിലുണ്ട്.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗത്തിലെത്തുന്നത് വരെ അതിന്റെ തവാബ് പൊളിയൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഅ്മിനായി മരിക്കാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോഴല്ലേ സ്വർഗത്തിലെത്തല്. മുഅ്മിനീങ്ങൾക്കല്ലാതെ സ്വർഗത്തിലെത്താൻ കഴിയോ? ഇല്ലല്ലോ. നരകത്തിലെത്തുന്ന പ്രവർത്തനം വളരെ